രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണമഥനം ഏതദ്ധി രാമായണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിനങ്ങളിലാണ് രാമായണ വായന ഭക്തർ വീടുകളിലും ദേവാലയങ്ങളിലും ആചരിച്ച് വരുന്നത്. വാൽമീകി മഹർഷി നാരദമുനിയോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ ആരംഭം. കോനോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനും എല്ലാ സദ്ഗുണങ്ങളോടു കൂടിയവനും ആയ വ്യക്തി ആരാണ് എന്ന വാൽമീകിയുടെ ചോദ്യത്തിന് ഉത്തരമായി നാരദൻ നൽകുന്ന ആ സംസാരത്തിലൂടെയാണ് രാമായണത്തിൻ്റെ പുരോഗതി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി നാരദ മഹർഷി പറയുന്ന ഒരു അസാധ്യമായ ശ്ലോകമുണ്ട്. എല്ലാം അനുഷ്ഠുവൃത്തത്തിലാണ്. ഇക്ഷ്വാകുവംശപ്രഭോ രാമോ നാമ ജനൈശ്രുത. ജനങ്ങളാൽ വിസ്തൃതനായ പേര് കേട്ട ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന രാമനാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സദ്ഗുണസമ്പന്നൻ. പുരുഷേഷു രാമ എന്നാണ് പറയുന്നത്. പുരുഷന്മാരിൽ എല്ലാം തികഞ്ഞവൻ രാമൻ തന്നെയാണ്. രാമൻ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാര്യദർശിയാകുന്നു. മാനുഷികമായി പറ്റുന്ന ഒരു ദോഷം മാത്രമേ അദ്ദേഹത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അസംഭവം ഹേമമൃഗസ്യ ജന്മ തഥാപി രാമോ ലുരുഭേ മൃഗായ പ്രായസമാപന്ന വിഭക്തികാലേ ധിയോപി പുംസാം മലിനാഭവന്തി. സ്വർണ്ണമാനില്ല എങ്കിലും സീത ശാഠ്യം പിടിച്ചപ്പോൾ അതിന് പിറകെ ഓടിപ്പോയി രാമൻ. ആപത്ത് വരുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി നശിച്ചു പോകുന്നെന്നാണ് പറയുന്നത്. വിനാശകാരിയെ വിപരീത ബുദ്ധി എന്നാണ് ഈ ശ്ലോകത്തിന് സമാനമായി ചാണക്യ നീതിയിൽ ചാണക്യൻ വിവരിച്ചിട്ടുള്ളത്. ഇവിടെ രാമായണത്തിൽ ധാരാളം അസുലഭങ്ങളായ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ്. ഓരോ കാണ്ഡത്തിലും നിങ്ങൾ ബാലകാണ്ഡം മുതൽ പരിശോധിക്കുകയാണ്. ഓരോ കാണ്ഡത്തിലും അസുലഭമായ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ്. അത്ര മഹത്തരമാണ് വാൽമീകിയുടെ രചന. അതുകൊണ്ടാണ് തൻ്റെ ഈ ഇതിഹാസ രചനയിൽ വാൽമീകി തന്നെ സാക്ഷ്യപ്പെടുത്തിയത് യാവസ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി ഇതി. ഈ ലോകത്ത് ഗിരേഹ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം രാമായണ കഥ ലോകത്ത് മുഴുവൻ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രാമായണത്തിന് ലോകത്തിലെ എല്ലാ ഭാഷകളിലും പരിഭാഷകളുണ്ട്. ശ്രീലങ്കയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. നമ്മുടെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പല രീതിയിലും രാമായണത്തിന് പരിഭാഷകളുണ്ട്. കമ്പരാമായണം വളരെ പ്രസിദ്ധമാണ്. അപ്രകാരം നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വളരെയധികം പ്രസിദ്ധമാണ്. അങ്ങേയറ്റം ആദരവോടുകൂടി വാൽമീകിയെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും അദ്ദേഹം മിതത്വം പാലിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ രചനയിൽ ഏർപ്പെട്ടത്. ഇവിടെ ധാരാളം ശ്ലോകങ്ങളാലും അർത്ഥങ്ങളോടുകൂടിയ അതിമനോഹരമായ ഉപദേശങ്ങളാലും സമ്പുഷ്ടമാണ് രാമായണം. അച്ഛൻ്റെ ഉപദേശപ്രകാരം ഘോര വനത്തിലേക്ക് തിരിക്കുന്ന ശ്രീരാമനെ അനുഗമിക്കുന്നു സീതാദേവി. ആ സമയത്ത് കൂടെ പോകുന്ന ലക്ഷ്മണനോട് സുമിത്ര കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ ശ്രദ്ധിക്കണം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛദാത യഥാസുഖം. അല്ലയോ പുത്ര, നീ പോകണം. ആ പോകുന്ന വേളയിൽ നീ ആലോചിക്കണം. രാമൻ ദശരഥനാണെന്ന് നീ അറിയണം. സീത ഞാനാണെന്നറിയണം. കാട് അയോധ്യയാണെന്നും നീ അറിയുക. അപ്രകാരം പ്രിയപ്പെട്ട മകനെ നീ പോയി വരൂ എന്നാണ് അമ്മ പുത്രനെ ആശംസകൾ അറിയിച്ച് യാത്രയാകുന്നു. യുദ്ധാനന്തരം
ലക്ഷ്മണൻ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എന്തിനാണ് സഹോദര നാം ഈ കാട് പിടിച്ച അയോധ്യയിലേക്ക് പോകുന്നത്? ഈ സ്വർണ്ണമയമായ ലങ്കയിൽ നമുക്ക് വാഴാം. ആ സമയത്തും രാമൻ കൊടുക്കുന്ന ഉപദേശം ഇപ്രകാരമാകുന്നു: അഭിസ്വർണ്ണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗിരീയസി. ഈ സ്വർണ്ണമയമായ ലങ്ക നമുക്ക് വേണ്ട. ജനനി അമ്മയും ജന്മഭൂമി താൻ ജനിച്ച നാടും സ്വർഗാദപി ഗിരീയസി, അത് സ്വർഗത്തെക്കാളും വരിഷ്ഠമാണ്, ശ്രേഷ്ഠമാണ് എന്ന സന്ദേശമാണ് രാമൻ കൊടുക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് എല്ലാവർക്കും അമൂല്യമായ സമ്മാനങ്ങൾ മുഴുവൻ സമർപ്പിച്ച സമയത്ത് അവിടെ അവസാനം അനുസരണയോടുകൂടെ നിൽക്കുന്ന ഹനുമാൻ സ്വാമിയോട് രാമൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. മയ്യേവ ജീർണതാം യാതു യത്തൊയോപകൃതം ഹരേ നരപ്രത്യുപകാരാർത്ഥി വിപത്തിരഭികാംക്ഷതി. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങളും എന്നിൽ തന്നെ നിൽക്കട്ടെ, അത് ജീർണമായി എന്നിൽ ലയിച്ചിരിക്കട്ടെ. നരപ്രത്യുപകാരാർത്ഥി, മനുഷ്യന് ഒരു ഉപകാരം ചെയ്താൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? തൻ്റെ സമയം നന്നാകുമ്പോൾ ഈ വ്യക്തിക്ക് തിരിച്ചുപകാരം ചെയ്യണമെന്നാണ്. ആ തിരിച്ചുപകാരം ചെയ്യണമെങ്കിൽ മേൽപ്പറഞ്ഞ വ്യക്തിക്ക്, തന്നെ സഹായിച്ച വ്യക്തിക്ക് വല്ല അപകടങ്ങളും ഉണ്ടാകണം. അപകടമുണ്ടായാൽ മാത്രമേ തനിക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അല്ലയോ കപിശ്രേഷ്ഠ, നീ സ്വസ്ഥനായിരിക്കട്ടെ, നീ ചെയ്ത ഉപകാരങ്ങൾ എന്നിൽ എന്തായി തീരട്ടെ? ജീർണമായിരിക്കട്ടെ എന്ന മഹത്തായ സന്ദേശവും രാമായണത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. കാലിക പ്രസക്തിയുള്ള ഒരു വലിയ സന്ദേശമാണ്. യുദ്ധകാണ്ഡത്തിൽ രാവണൻ്റെ ആ ഭീമാകാരമായ രൂപം കണ്ട് തളർന്നു പോകുന്ന രാമന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശമാണ് ആദിത്യ ഹൃദയ മന്ത്രം. ഒരു വ്യക്തിയുടെ സർവതോമുഖമായ അഭിവൃദ്ധിക്കും ആത്മപ്രഭാവത്തിനും ഏറ്റവും അധികം നല്ല മന്ത്രമാകുന്നു അഗസ്ത്യ മഹർഷി കൊടുത്ത ആദിത്യ ഹൃദയ മന്ത്രം. ഈ മന്ത്രം ഉപദേശിച്ചതിന് ശേഷമാണ്, 3 തവണ ജപിച്ചതിന് ശേഷമാണ് രാവണനെ വധിക്കുവാൻ പര്യാപ്തമാകുന്നത് രാമന്. അതിനാൽ ആദിത്യ ഹൃദയ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം, ജപിക്കണം, പഠിക്കണം. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം ദൈവദേശ സമാഗമ്യ ദൃഷ്ടുമഭ്യാഗതോരണം ഉപഗമ്യാബ്രവീത് രാമം അഗസ്ത്യോ ഭഗവാൻ സദാ രാമ രാമ മഹാബാഹോ രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാൻ അരീൻ വത്സ സമരേ വിജയിഷ്യസി ആദിത്യ ഹൃദയം പുണ്യം സർവശത്രു വിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയ്യം പരമം ശുഭം. വിഷ്ണു സഹസ്രനാമത്തിൽ പോലും പാർവതി ശിവനോട് ചോദിക്കുന്നുണ്ട്. ഇത്ര വലിയ വിഷ്ണു സഹസ്രനാമം പഠിക്കാതെ തന്നെ ഉപായത്തിലൂടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലം എങ്ങനെ ലഭിക്കുമെന്ന് ചോദിക്കുന്ന ഫലശ്രുതിയിൽ ഇപ്രകാരം ശിവൻ ഉപദേശിക്കുന്നുണ്ട്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. രാമനാമമെന്ന ഈ ശ്രേഷ്ഠമായ മന്ത്രം 3 തവണ ജപിച്ചാൽ അത് വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് തുല്യമാണെന്നാണ് ഫലശ്രുതിയിൽ ശിവൻ പാർവതിയോട് ഉപദേശിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കണം രാമൻ്റെ പ്രസക്തി എന്താണെന്ന്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും ശോഭനമായ നല്ലൊരു കർക്കിടക മാസം ആശംസിക്കുന്നു. രാമായണ മാസം വളരെ നന്നായി ആചരിക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.